വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജോണർ. നമ്മൾ ഇന്ന് അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അബ്രിവേഷൻസ് ആണ് പറഞ്ഞു നിർത്തിയത്. കുറച്ച് അബ്രിവേഷൻസ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ അബ്രിവേഷൻസ് പഠിക്കാതെ നമ്മുടെ എത്ര വീഡിയോസ് എടുത്താലും അത് ഇല്ല. അത്രപ്പത്ത് മെഡിക്കൽ ടേംസുകൾ, മെഡിക്കൽ അബ്രിവേഷൻസ് ഒത്തിരി ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ എല്ലാം ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ ആകെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് നഴ്സിംഗിൽ ഇപ്പം ഒരു ബിഗിനർ എന്ന രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അബ്രിവേഷൻസ് മാത്രമാണ് ഇപ്പൊ പഠിക്കുന്നത്. സോ ഇന്നത്തോടെ നമ്മൾ ഇന്ന് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അബ്രിവേഷൻസ് പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് മെഡിക്കൽ ടേംസിലെ പ്രിഫിക്സസ് അതേപോലെ തന്നെ സഫിക്സസിനെ കുറിച്ചിട്ടായിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മള് ഇന്ന് ഇത്രയും സെറ്റാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് CPR. CPR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മളിപ്പോ വീഡിയോസിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് CPR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതിന്റെ ഫുൾ ഫോം ആണ് നോക്കാൻ പോകുന്നത് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. ഈ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ അഥവാ CPR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, എന്തെങ്കിലും ഒരു ഹാർട്ട് അറസ്റ്റ് അല്ലാതെ കാർഡിയക് അറസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷന്റെ പ്രൊസീജിയർ ഒക്കെ നമ്മൾ വരുന്ന വീഡിയോസിലെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും എക്സ്പ്ലനേഷൻ. അടുത്ത ഒരു അബ്രിവേഷൻ ആണ് DNR. ദാറ്റ് മീൻസ് ഡു നോട്ട് റെസിസ്റ്റേറ്റ്. അപ്പോ CPR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, DNR മീൻസ് ഡു നോട്ട് റെസിസ്റ്റ്. അതായത് എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷനിൽ നമ്മള് ഇപ്പൊ ചിലപ്പോൾ ഡോക്ടേഴ്സ് DNR എന്ന് പറയുമായിരിക്കും. അതിനാണ് ഡു നോട്ട് റെസിസ്റ്റ്. അതായത് നമ്മൾ ഒരിക്കലും CPR ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യരുത്. അതാണ് DNR. ചില കണ്ടീഷൻസിൽ, ചില എമർജൻസി കണ്ടീഷൻസിൽ ഫിസിഷ്യൻ, അവിടെയുള്ള ഡോക്ടർ തന്നെ പറയും DNR എന്ന് അനൗൺസ് ചെയ്യും. അപ്പൊ അതിനർത്ഥം നമ്മൾ പേഷ്യന്റിനെ ഒരിക്കലും ഇപ്പൊ പേഷ്യന്റ് കാർഡിയക് അറസ്റ്റിലാണ് അങ്ങനെ നമ്മൾ വിചാരിച്ച് ഒരിക്കലും പേഷ്യന്റ് റെസിസ്റ്റേറ്റ് ചെയ്യാൻ പോകരുത്. അതാണ് DNR. അടുത്തത് AMA. ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതായത് ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾക്കിപ്പോ ഡോക്ടർ ഒരു അഡ്വൈസ് തരാണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ AMA, ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡിസ്ചാർജ്, അപ്പോ നമുക്ക് മെഡിക്കൽ അഡ്വൈസ് ചിലപ്പം കുറച്ച് ദിവസം കൂടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോകാനായിരിക്കും ഡിസ്ചാർജ് പറയുന്ന ഡോക്ടേഴ്സ്. പക്ഷെ അതിനു മുന്നേ നമ്മൾ പോകുന്നു, അതിനെയൊക്കെ നമ്മൾ ഇപ്പൊ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അങ്ങനെയൊക്കെ പറയും. അടുത്തത് DBARC, ദാറ്റ് ഈസ് ഡിസ്ചാർജ്. നെക്സ്റ്റ് CO, ദാറ്റ് ഈസ് കംപ്ലൈന്റ് ഓഫ്. ഈ CO ഒക്കെ അല്ലെങ്കിൽ CC ഇതൊക്കെ നമ്മൾ എപ്പോഴും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുക്കോ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കേഷൻ ചാർട്ട് അല്ല പ്രിസ്ക്രിപ്ഷൻ ഒക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് വാക്കുകളൊക്കെ എപ്പോഴും കാണാൻ സാധിക്കും, CO ആൻഡ് CC. CO മീൻസ് കംപ്ലൈന്റ് ഓഫ്. അതായത് ഇപ്പൊ നമ്മള് ഡോക്ടേഴ്സിന്റെ അടുത്ത് പറയുന്ന കംപ്ലൈന്റുകൾ അവര് ഇങ്ങനെ C/O എന്ന് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അതേപോലെ തന്നെ CC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീഫ് കംപ്ലൈന്റ്സ്. അതായത് ഇപ്പൊ നമ്മള് ഒരു വോമിറ്റിംഗ് ആയിട്ട് ചെല്ലുകയാണ്, വളരെ കൂടിയ ഭയങ്കരമായിട്ട് നമുക്ക് വോമിറ്റിംഗ് കൂടിയിട്ട് ചെല്ലണം. അപ്പം നമുക്ക് ആ ടൈമിൽ വോമിറ്റിങ്ങിന്റെ ഒപ്പം നമുക്ക് എന്തൊക്കെയുണ്ട്, അല്ലാതെ നമ്മുടെ ബോഡിയിൽ ആ ഒരു ടൈമിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതിനെയൊക്കെ നമ്മൾ പറയുന്നതാണ് ചീഫ് കംപ്ലൈന്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഇൻഡിക്കേറ്റ് CC. ദെൻ RF മീൻസ് റിസ്ക് ഫാക്ടേഴ്സ്. അതായത് എന്തെങ്കിലും അസുഖം നമുക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് RF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് STAT. ഇതിനെ നമ്മൾ സ്റ്റാറ്റ് എന്നാണ് പറയാ. സ്റ്റാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി. ദാറ്റ് മീൻസ് ചില സമയത്ത് നമുക്ക് പനി കൂടിയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ടൈമിൽ നമുക്ക് ഇഞ്ചക്ഷൻസ് വെക്കാം. അതായത് പാരസിറ്റമോൾ, അതല്ലാന്നുണ്ടെങ്കിൽ വോമിറ്റിംഗ് ആണെങ്കിൽ MCET അങ്ങനത്തെയൊക്കെ ഇഞ്ചക്ഷൻസ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും. ആ ടൈമിൽ ആ മെഡിക്കേഷൻ ചാർട്ട് അല്ലെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സ്റ്റാറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതായത് അപ്പോ തന്നെ ആ മെഡിക്കേഷൻ കൊടുക്കണം. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്, ഇമ്മീഡിയറ്റ്ലി അപ്പൊ തന്നെ കൊടുക്കണം. അതാണ് സ്റ്റാറ്റ്. സോ ഈ ഒരു സെറ്റിൽ നമ്മൾ പഠിച്ചേക്കുന്നത് ഫസ്റ്റ് CPR ആണ്, ദാറ്റ് ഈസ് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. നെക്സ്റ്റ് ഇസ് DNR, ദാറ്റ് ഈസ് ഡു നോട്ട് റെസിസ്റ്റേറ്റ്. ദെൻ AMA, ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ദെൻ DBARC, ദാറ്റ് ഈസ് ഡിസ്ചാർജ്. Then CO, complaint of. CC, chief complaints. Then RF, risk factors. And status immediately. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് അബ്രിവേഷൻസുകളാണ്.
ചെറിയ ഷോർട്ട് ഫോംസുകൾ, അതായത് നമ്മൾ മരുന്ന് കൊടുക്കില്ലേ, ഒരു നഴ്സ് എന്ന രീതിയിൽ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ആ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അബ്രിവേഷൻസ് ആണ് അടുത്തൊരു സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് ക്യൂ. ഓക്കെ, സ്മോൾ ക്യൂ എഴുതും, നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ എന്ന് എഴുതും. ക്യൂ ദാറ്റ് ഡിനോട്ട്സ് എവറി. ഓക്കെ, എപ്പോഴും. ഓക്കെ, ദാറ്റ് ഇസ് ക്യൂ. ദെൻ ക്യൂ എച്ച് മീൻസ് വൺസ് എവറി അവർ, അതായത് ഓരോ അവർ കഴിയുമ്പോഴും നമ്മൾ മരുന്ന് കൊടുത്തോണ്ടിരിക്കുക, അതാണ് ക്യൂ എച്ച്. ദാറ്റ് ഇസ് വൺസ് എവറി അവർ, എല്ലാ അവറിലും ഓരോരോ മണിക്കൂറിലും ഓരോ സമയത്ത്, അതായത് എല്ലാ മണിക്കൂറിലും ഒരു വട്ടം. ഓക്കെ, അതാണ് ക്യൂ എച്ച്, വൺസ് എവറി അവർ. ദെൻ ക്യൂ ടു എച്ച്, ദാറ്റ് ഇസ് എവറി 2 അവർ, അതായത് ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും നമ്മൾ മരുന്ന് കൊടുക്കുന്നു, അതാണ് മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അതാണ് ക്യൂ ടു എച്ച്. ഇനി ക്യൂ ടു എച്ച് എന്ന് മാത്രമല്ല, ക്യൂ ത്രീ എച്ച് എന്ന് എഴുതും, ക്യൂ 6H, ക്യൂ 4H, അങ്ങനെ നമ്മൾ ഇപ്പൊ ക്യൂ 3H ആണ് വരുന്നതെങ്കിൽ എവറി 3 അവർ, അതായത് 3 മണിക്കൂർ ഇടവിട്ടായിരിക്കും നമ്മൾ മരുന്ന് കൊടുക്കുക. ഇപ്പൊ ക്യൂ 6H ആണെങ്കിൽ എവറി 6 hours, അതായത് ഓരോ 6 മണിക്കൂർ കഴിയുമ്പോഴും നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യും. സോ ക്യൂ 2H എന്നല്ല, നമ്മൾ 3H, 4H, 5H അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം, അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ. നെക്സ്റ്റ് PRN, ദാറ്റ് ഈസ് ആസ് നീഡഡ്, അതായത് ഇപ്പൊ ഇവിടെ വരെ നമ്മൾ പഠിച്ചത് ഓരോ മണിക്കൂറും അല്ലെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുന്നതാണ്. PRN എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് നീഡഡ്, എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പൊ നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ PRN എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് AC, അതായത് ബിഫോർ മീൽസ്, അതായത് നമ്മളിപ്പോ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ഡോക്ടർമാർ പറയും ആഹാരത്തിന് മുന്നേ കഴിക്കാം, അതാണ് ബിഫോർ മീൽസ്, AC. ദെൻ PC, ദാറ്റ് ഈസ് ആഫ്റ്റർ മീൽസ്, ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാനുള്ളത് കൊടുക്കുന്ന മരുന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് QD. QD മീൻസ് വൺസ് ഡെയിലി. ഓക്കെ, എല്ലാ ദിവസവും ഒരു വട്ടം നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യും, അതാണ് QD. ദെൻ QID, 4 times ഡെയിലി, അതായത് എല്ലാ ദിവസവും ഡെയിലി 4 പ്രാവശ്യമായിരിക്കും, 4 times ആയിരിക്കും നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യണം. സോ ഇത് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഒരു കുറച്ച് സെറ്റ് ഓഫ് abbreviations ആണ്. ഫസ്റ്റ് വൺ ഇസ് Q, that denotes every. Then QH, that is once every hour. Then Q2H, every 2 hours. Q2H മാത്രമല്ല, Q3H ഉണ്ട്, 6H, 4H, 8H അങ്ങനെയൊക്കെ ഉണ്ട്. Then PRN, that is as needed, ആവശ്യമുള്ളപ്പോൾ മാത്രം. Then AC, before meals. PC, after meals. Then QD, once daily. QID, 4 times daily. അപ്പൊ അടുത്ത സെറ്റ് ആണ് BID. BID means twice daily. ഓക്കെ, ഇത് ഇത്ര ആലോചിച്ചാൽ മതി. BI, നമ്മളെപ്പോഴും ബൈ എന്ന് പറയുന്നത് എപ്പോഴും 2 എന്ന നമ്പറിനെ സൂചിപ്പിക്കാനാണ് എപ്പോഴും ബൈ. ട്രൈ എന്ന് പറയുമ്പം എന്താ 3 എണ്ണത്തിന്. അപ്പൊ BID മീൻസ് ട്വൈസ് ഡെയിലി, അതായത് ഡെയിലി 2 വട്ടം നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യും. ഇനി TID, ദാറ്റ് ഈസ് 3 times ഡെയിലി ഓർ ത്രൈസ് ഡെയിലി എന്ന് പറയും, അതായത് ഡെയിലി നമ്മൾ 3 വട്ടം മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് QHS, ദാറ്റ് ഈസ് അറ്റ് ബെഡ് ടൈം, അതായത് നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ബെഡ് ടൈമിന്, അതായത് നൈറ്റ് സ്ലീപ്പിന് മുന്നേ ആയിരിക്കും നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അതാണ് QHS, ദാറ്റ് ഈസ് അറ്റ് ബെഡ് ടൈം. നെക്സ്റ്റ് ഇസ് QAM, ദാറ്റ് ഈസ് എവറി മോർണിംഗ്, അതായത് എല്ലാ ദിവസവും രാവിലെ ആയിരിക്കും നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുക. ഇനി QPM, ദാറ്റ് ഈസ് എവറി ഈവനിങ്, AM PM അത്ര ഒരു വ്യത്യാസമുള്ളൂ. പിന്നെ QOD, അതായത് എവറി അതർ ഡേ, അതായത് ഇപ്പൊ നമ്മള് ഒരു ദിവസം മെഡിക്കേഷൻ കൊടുത്തു, അതിനുശേഷം ആ ദിവസം കഴിഞ്ഞ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുക, അതാണ് QOD, ദാറ്റ് ഈസ് എവറി അതർ ഡേ. നെക്സ്റ്റ് ഇസ് OTC, ദാറ്റ് ഈസ് ഓവർ ദി കൗണ്ടർ, അതായത് നമ്മൾ ഓവർ ദി കൗണ്ടർ ഡ്രഗ്സ് ആണ് ഇത് പറയാം. അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ദി കൗണ്ടർ ഡ്രഗ്സ് ഒക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ ചില മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കും. അതായത് ഫോർ എക്സാമ്പിൾ പാരസെറ്റാമോള്, ചില ആന്റാസിഡ്സ്, അതായത് നമ്മൾ അസിഡിറ്റി ഒക്കെ വരുമ്പോൾ കുടിക്കുന്ന ചില മരുന്നുകള്, അങ്ങനത്തെ നമ്മള് സിറപ്പുകള്, ഓക്കെ, അതൊക്കെയാണ് ഓവർ ദി കൗണ്ടർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഡ്രഗ്സ്, അതായത് മെഡിക്കേഷൻസ്, അതിനെയാണ് നമ്മൾ OTC, ദാറ്റ് ഈസ് ഓവർ ദി കൗണ്ടർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് NPO, ദാറ്റ് ഈസ് നിൽ പെർ ഓറൽ. ഓക്കെ, നിൽ പെർ ഓറൽ മീൻസ് അതായത് നത്തിങ് ബൈ മൗത്ത്, അതാണ് ഇതിന്റെ വേറൊരു വാക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളിപ്പോ സർജറിക്കൊക്കെ മുന്നേ നമ്മള് സർജറി എന്തെങ്കിലുമൊക്കെ രാവിലെ നമുക്കൊരു സർജറി ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമുക്ക് ഡോക്ടേഴ്സും നഴ്സുമാരും നമ്മളെ അടുത്ത് പറയും ഒന്നും രാവിലെ ഇനി നമ്മൾ ഇത്രയും ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും കഴിക്കരുത്, സർജറിക്ക് മുന്നേ വരെ നമ്മളൊന്നും കഴിക്കരുത് എന്നൊക്കെ പറയും. അതാണ് നിൽ പെർ ഓറൽ, ഒന്നും വാ കൊണ്ട് കഴിക്കരുത്, അതാണ് നിൽ പെർ ഓറൽ. ഇനി നമുക്ക് PO, ഈ 2 ലെറ്ററും വെച്ചിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്, PO, ദാറ്റ് ഇസ് ബൈ മൗത്ത്. അതായത് ഇപ്പൊ നമ്മള് ചില മെഡിക്കേഷൻസ്, ഇപ്പം ഇഞ്ചക്ഷൻസ് അല്ലാതെ ഈ ഗുളികകളൊക്കെ നമ്മള് ഓറൽ വഴിയാണ്, നമ്മൾ മൗത്ത് വഴിയാണ് അത് എടുക്കുന്നത്. സോ അതിനെയാണ് PO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ മൗത്ത്. സോ നമ്മള് ഇപ്പൊ പഠിക്കുന്നത് ഇത്രയും അബ്രിവേഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് BID, ദാറ്റ് ഇസ് ട്വൈസ് ഡെയിലി, TID 3 times daily, QHS at bedtime, QAM every morning, QPM every evening, QOD every other day, OTC over the counter, then NPO nil per oral. One more is there, PO, that is by mouth or per oral. Okay, so ഇപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന അബ്രിവേഷൻസും കൂടെയാണ് നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അബ്രിവേഷൻസ്. അപ്പോ നമ്മള് ഇന്നത്തെ ക്ലാസ്സോടെ നമ്മൾ അബ്രിവേഷൻസ് ഒന്ന് നിർത്തിവെക്കുകയാണ്. ഇനി നമ്മൾ തുടങ്ങുന്നതായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അബ്രിവേഷൻസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബോർ അടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിഫിക്സസ്, സഫിക്സസ് അല്ലെങ്കിൽ മെഡിക്കൽ ടേംസ് അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം. സോ ഇത്രയും ഞാൻ 2 ക്ലാസ് ആയിട്ട് എടുത്ത അബ്രിവേഷൻസ് ആണ്, നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അബ്രിവേഷൻസ്. അപ്പൊ അതൊക്കെ നിങ്ങൾ മറക്കാതെ ഒന്ന് ഓർത്ത് വെച്ചോളൂ, എവിടെയെങ്കിലൊക്കെ ഒന്ന് എഴുതി വെച്ച് ജസ്റ്റ് കാണുമ്പോൾ റിവൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ത്രൂ ഔട്ട് BSc നഴ്സിംഗ്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 4 വർഷം വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇനി ഞാൻ എന്റെ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോഴും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കുറെ കമന്റുകൾ കണ്ടു, താങ്ക് യു, എല്ലാ എന്താ യൂസ്ഫുൾ ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും സപ്പോർട്ട് ചെയ്യാം. സോ നമുക്ക് പിന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് സെം ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നത് എപ്പോഴാന്നുള്ളത്. നമുക്ക് എന്തായാലും ഒരു സെപ്റ്റംബർ ആയിരിക്കും എന്തായാലും ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ ആ ടൈമിൽ നമ്മൾ എന്തായാലും ആ സെം സബ്ജക്ട് വൈസ് എല്ലാം ക്ലാസ്സുകൾ തുടങ്ങുന്നത്, അതിന് മുന്നേ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ഓൾ ദോസ് വീഡിയോസ്. ദിസ് ഇസ് മീ ഹ്യൂമൻ ചാനൽ സൈനിങ് ഓഫ്.